ഈ സൈബർ ആക്രമണം ചൂണ്ടിക്കാട്ടി AICCക്ക് പരാതി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ കേസിലെ അതിജീവിത. രാഹുലിന്റെ അടുത്ത അനുയായിയും KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഫെനി നൈനാൻ സമൂഹ മാധ്യമങ്ങൾ അധിക്ഷേപിക്കുന്നുവെന്ന് കാട്ടി മൂന്നാം കേസിലെ അതിജീവിതയാണ് പരാതി നൽകിയത്. രാഹുലിനെതിരായ പാർട്ടി നടപടി വെറും പ്രതീകാത്മകമായി മാറിയെന്നും കോൺഗ്രസിന്റെ തന്നെ സൈബർ ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് അതിജീവിതകളെ അധിക്ഷേപിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കും മഹിളാ കോൺഗ്രസ് അധ്യക്ഷയ്ക്കും അതിജീവിത അയച്ച ഇമെയിൽ മനോരമ ന്യൂസിന് ലഭിച്ചു. വലിയ കാര്യമായി പോയി, ചിലക്കാണ്ട് പോയിനടോ അവിടുന്ന് അല്ലേ? എനിക്ക് മനസ്സിലാവാത്തത്, കോടതികളിൽ ചെന്ന് പോയി പരാതി പറഞ്ഞവര്, പരാതി കൊടുത്തവര്, കംപ്ലൈന്റ് പറഞ്ഞവര്, കോടതികളിൽ നിലനിൽക്കുന്ന കാര്യങ്ങളിൽ ഇനി ആദ്യം രാഹുൽ ഗാന്ധിക്ക്, പ്രിയങ്ക ഗാന്ധിക്ക്, മല്ലികാർജുൻ ഖാർഗെക്ക്, KC വേണുഗോപാലിന് ഒക്കെ പരാതി. അപ്പം അത് കഴിഞ്ഞ് മറ്റേ ദീപാദാസ് മുൻഷിക്ക്, പിന്നെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷക്ക് ഒക്കെയാണ് പരാതി നൽകുന്നത്. ആയിക്കോട്ടെ, പരാതി നൽകിക്കോളി. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഫെനി നൈനാൻ മാത്രമാണോ അധിക്ഷേപിക്കുന്നത്? അധിക്ഷേപമാണെന്ന് സമ്മതിച്ചാൽ പോലും ഈ പറയുന്ന സൈബർ ആക്രമണം, ആരാ സൈബർ ആക്രമണം നടത്തുന്നത്? ആരാ നടത്തുന്നത്? ഇവർക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ലേ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലക്ഷ്മി പത്മ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടുകളെ പറ്റിയിട്ട് അത് അധിക്ഷേപമാണെന്ന് തോന്നുന്നില്ലേ? നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നാണോ പറയുന്നത്? ഏപ്രിൽ 8 പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആള് ഏപ്രിൽ 14 വിഷു കൈനീട്ടം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്നതിന് ചോദ്യം ചെയ്യാൻ പാടില്ലേ? അത് വല്ലാത്തൊരു കാര്യമാണല്ലോ, ഭയങ്കര സംഭവമാണല്ലോ. നിങ്ങൾക്ക് നീതി വേണോ? കോൺഗ്രസിനല്ല പരാതി കൊടുക്കേണ്ടത്, AICCക്ക് അല്ല പരാതി കൊടുക്കേണ്ടത്. പരാതി കൊടുക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനത്തിനാണ്. അവിടെ ചെന്ന് പരാതി കൊടുക്കൂ. പരാതി കൊടുത്ത് എല്ലാവരുടെയും വായ മൂടിക്കെട്ടാമെന്ന് ആരും കരുതേണ്ട. അതെനിപ്പോൾ AICCക്കല്ല, രാഹുൽ ഗാന്ധിക്കല്ല, ഇനി ആർക്ക് പരാതി കൊടുത്താലും ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ട് തന്നെയിരിക്കും. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. 8-ാം തീയതി പീഡിപ്പിക്കപ്പെട്ട യുവതി എന്തിനാണ് 14-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിന് വിഷു കൈനീട്ടം നൽകുന്നത്? സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. അതിന് മറുപടി ഇല്ലാതെ വരുമ്പോൾ പരാതികൾ. അഡ്വക്കേറ്റ് ദീപ ജോസഫിനെതിരെ പരാതി, ഫെനി നൈനാനെതിരെ പരാതി, രാഹുൽ ഈശ്വറിനെതിരെ പരാതി. സൈബർ ആക്രമണമാണ് പോലും. ചോദ്യങ്ങൾ ചോദിച്ചാൽ സൈബർ ആക്രമണം, ആരും മിണ്ടരുത്. വിമർശിച്ചാൽ സൈബർ ആക്രമണം, ആരും മിണ്ടരുത്. ശബ്ദമുയർത്തിയാൽ സൈബർ ആക്രമണം, ആരും ശബ്ദം മൂടിക്കെട്ടണം. ഒച്ച പുറത്തേക്ക് വരരുത്. ഇതാണ് പരാതി. പരാതിയോട് പരാതി. ഒരു കാര്യം ഉറപ്പാ, രാഹുൽ മാങ്കൂട്ടത്തിലെ ഇന്റർവ്യൂ ഒരൊറ്റ മണിക്കൂർ അയാൾ ഇരുന്നപ്പോഴേക്കും എല്ലാം തകർന്ന് തരിപ്പണമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാ. അതുകൊണ്ടാണ് പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പരാതികൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പരാതി, പ്രിയങ്ക ഗാന്ധിക്ക് പരാതി, മല്ലികാർജുൻ ഖാർഗെക്ക് പരാതി, ദീപാദാസ് മുൻഷിക്ക് പരാതി, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റിന് പരാതി, AICCക്ക് പരാതി. ഇതൊക്കെ പോകുന്നതിന് പിന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിക്കുമെന്നുള്ള ഉറപ്പ്. ആ മത്സരത്തെ രാഹുലിന്റെ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, രാഹുലിന്റെ ജീവനറ്റ ശരീരത്തെ പോലും അത്രമാത്രം ഭയപ്പെടുന്നുണ്ട് ഇവരൊക്കെ. തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കല്ലേ, രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാവാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കാണുകയാ. അപ്പോ കോൺഗ്രസിന് പരാതി എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത് വെറും ഒരു കടലാസ് നടപടിയായിട്ട് തോന്നുകയാ. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകര് തന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇനി ഒരു കാര്യം മനസ്സിലാക്കിക്കോ, രാഹുലിന് വേണ്ടി ശബ്ദമുയർത്തുന്നവരെല്ലാം കോൺഗ്രസ്സുകാരല്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വിശ്വസിച്ചോളൂ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, രാഹുലിന് വേണ്ടി ശബ്ദമുയർത്തുന്ന എല്ലാവരും കോൺഗ്രസ്സുകാരല്ല. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, പക്ഷെ ഞാൻ ശബ്ദിച്ചു കൊണ്ടേയിരിക്കും രാഹുലിന് വേണ്ടി ശബ്ദിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾ AICCക്കോ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ ഒക്കെ പരാതി കൊടുത്തിട്ട് ഈ ശബ്ദങ്ങളെ അടിച്ചമർത്താം, ഇല്ലാതെയാക്കാം. ചോദ്യങ്ങളെ ഭയക്കുന്ന
ഈ ചോദ്യങ്ങളെ ചോദിക്കുന്നവരുടെ വാ തുന്നിക്കെട്ടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിഥ്യാധാരണകൾ മാത്രമാണ്. വീണ്ടും 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 ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും. മറുപടിയാണ് വേണ്ടത്, പരാതികളല്ല. പരാതികൾ കൊണ്ട് വാ മൂടിക്കെട്ടാമെന്ന് ഒരുത്തരും കരുതുകയും വേണ്ട, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധിക്ക് പരാതി അയച്ചത്, ഇപ്പോ AICCക്ക് പരാതി, ദീപാദാസ് മുൻഷി. ഓരോ ദിവസങ്ങളിൽ ഓരോ കോൺഗ്രസ് നേതാക്കളെ തെരഞ്ഞെടുത്ത് അവർക്ക് മെയിൽ അയക്കുക. ഏത് ഇപ്പൊ പരാതി വന്നത് തന്നെ മെയിലിലാണല്ലോ. ഇതിന്റെ ഒരു സ്വഭാവം എന്താ? ഈ മെയില് ആദ്യം പരാതിക്കാരിക്ക് കേരളത്തിൽ നിന്ന് ഫോർവേഡ് ചെയ്യും, എന്നിട്ട് അവരോട് പറയും ഇന്ന ഇന്ന മെയിൽ ID ഇതൊക്കെ വീണ്ടും ഫോർവേഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാ മെയിൽ ID സെലക്ട് ചെയ്ത് ഈ ഫോർവേഡ് ചെയ്യപ്പെട്ട പരാതി അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് അത് വീണ്ടും ഈ മെയിൽ ID പരാതിക്കാരിയുടെ മെയിൽ ID നിന്നും വീണ്ടും ഫോർവേഡ് ചെയ്യപ്പെടും. എന്താ കാര്യം? ഇപ്പം ഈ പരാതിയിൽ പറയുന്നത് എന്താ? നടപടിയൊക്കെ ഒരു വെറും പേരിന് മാത്രമേ ഒരു നടപടിയായിട്ട് തോന്നുന്നുള്ളൂ. കോൺഗ്രസ് പ്രവർത്തകർ നിരന്തരമായി സൈബർ ആക്രമണം നടത്തുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാവരും പിന്തുണക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് തീരുമാനിക്കുന്നത് നീ ആരാ? രാഹുലിനെ പിന്തുണക്കണോ വേണ്ടയോ എന്നുള്ളത് ഈ പാർട്ടിയിൽ വിശ്വസിച്ചവര്, പാർട്ടിയുടെ കൊടി പിടിച്ചവര് ഒക്കെ ആയവരും അല്ലാത്തവരുമുണ്ട്. അത് തീരുമാനിക്കാൻ, രാഹുലിനെ പിന്തുണക്കയോ വേണ്ടയോ എന്ന് പറയാൻ നീയൊന്നും ആരുമല്ല. കൊടുത്ത പരാതി നിയമപരമായിട്ട് നടക്കട്ടെ. രാഹുലിനെ പിന്തുണക്കണോ വേണ്ടയോ എന്നുള്ളത് പാർട്ടി പിന്തുണക്കുന്നില്ല. പാർട്ടി അയാളെ നടപടിയെടുത്തു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇതിനെ എങ്ങനെയാണ് പേരിനൊരു നടപടി എന്ന് പറയാൻ കഴിയുന്നത്? പേരിനൊരു നടപടിയാണെങ്കിൽ അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്ത് നിൽക്കുക? ഇല്ലല്ലോ, അയാൾ പാർട്ടിയിൽ തന്നെ ഉണ്ടാവില്ലേ. പേരിന് നടപടിയാണെങ്കിൽ അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് ഇനി അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായില്ലേ? ഇനി പാർട്ടി വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാ നീ അത് ചെയ്യണം, നീ ഇത് ചെയ്യണം എന്നൊക്കെ പറയാൻ പാർട്ടി ആരാ? പാർട്ടി അയാളെ പടിയടച്ച് പിണ്ടം വെച്ച് കഴിഞ്ഞു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ ആരെങ്കിലും പിന്തുണക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ടി പറഞ്ഞിട്ടാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. പാർട്ടി പറയാതെയും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കും, അയാളോടൊപ്പം തന്നെയാണ്. അങ്ങനെ അങ്ങ് വേട്ടയാടി വീഴ്ത്താൻ അയാളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാ. അതിനിപ്പോൾ ആരൊക്കെ AICC അല്ല, രാഹുൽ ഗാന്ധി അല്ല, ആർക്കൊക്കെ പരാതി കൊടുത്താലും ഇവിടെ ഒരു ചുക്കുമില്ല. ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കും. മനസ്സിലാക്കുക. ലക്ഷ്മി പത്മയെ പോലെയുള്ളവർ അവിടെ മയച്ച് ഇവിടെ മയച്ച്, ചിലത് മയക്കാതെ, ചിലത് ബ്ലർ ചെയ്യാതെ, ചിലത് ഡിലീറ്റ് ചെയ്യാതെ, ആവശ്യം അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ക്രോപ്പ് ചെയ്തും വെട്ടിമാറ്റിയും പലതും പുറത്ത് വിടുന്നുണ്ടെങ്കിൽ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കൂ, ആരാണ് ഇതിനൊക്കെ സാഹചര്യം ഉണ്ടായി കൊടുത്തത്? ഇപ്പൊ ഈ വിഷുക്കൈ നീട്ടം കൊടുത്ത കാര്യം എങ്ങനെയാ പുറം ലോകം അറിഞ്ഞത്? ലക്ഷ്മി പത്മ പുറത്ത് വിട്ടിരിക്കുന്ന സ്ക്രീൻഷോട്ടിലൂടെയല്ലേ ഇത് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പരാതി കൊടുത്തോളൂ. AKG സെൻറ്ററിൽ നിന്ന് അയച്ചു തരുന്ന ഇമെയിൽ അഡ്രസ്സുകളിലേക്ക് പരാതികൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്തോളൂ എന്ന് കരുതിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടും ഉയരുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്താമെന്നോ ഇല്ലായ്മ ചെയ്യാമെന്നോ ആരും വ്യാമോഹിക്കേണ്ട. ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും. കാരണം ഒരു വലിയ ഭയം പിന്നിലുണ്ട്. രാഹുൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഭയം, അയാൾ മത്സരിക്കുമെന്നുള്ള ഭയം, അയാൾ വിജയിക്കുമെന്നുള്ള ഭയം, എല്ലാത്തിലും ഉപരി PR വർക്കുകാർ പുറത്തേക്ക് വിടുന്ന സ്ക്രീൻഷോട്ടുകൾ, തെളിവുകൾ, ചോദ്യങ്ങൾ ഒക്കെ ബൂമറാങ്ങായി തിരിച്ചടിക്കുമ്പോൾ, കോടതികളിലെത്തുമ്പോൾ ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമാകുമെന്നുള്ള ഭയം, കോടതികളിൽ തിരിച്ചടി നേരിടുമെന്നുള്ള ഭയം, വ്യാജ പരാതിയാണെന്ന് കോടതി ആണയിട്ട് പറയുമെന്നുള്ള ഭയം, ആ ഭയം തന്നെയാണ് ഇത്തരം പരാതികൾ 1, 2, 3, 4, 5, 6, 7. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പോലീസിന് മുന്നിൽ 3 പരാതി, KPCC പ്രസിഡന്റിന് പരാതി, രാഹുൽ ഗാന്ധിക്ക് പരാതി, പ്രിയങ്ക ഗാന്ധിക്ക് പരാതി, AICCക്ക് പരാതി, KC വേണുഗോപാലിന് പരാതി, മല്ലികാർജുൻ ഖാർഗെക്ക് പരാതി, ദീപാദാസ് മുൻഷിക്ക് പരാതി, പ്രതിപക്ഷ നേതാവിന് പരാതി, പോരാഞ്ഞിട്ട് മഹിളാ കോൺഗ്രസ് നേതാവിന് പരാതി. അങ്ങനെ പരാതികളുടെ ഒരു പ്രളയം.
രാഹുലിനെതിരെ പരാതി, ഫെനി നൈനാനെതിരെ പരാതി, കോൺഗ്രസ്സുകാർക്കെതിരെ പരാതി, സൈബർ കോൺഗ്രസ് ഇടങ്ങൾക്കെതിരെ പരാതി, അങ്ങനെ നിരന്തരം പരാതികൾ. ഇത്ര നൂറുകണക്കിന് പരാതികൾ ഉണ്ടായിട്ടും ആ ഒറ്റയാനെ തളക്കാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ലെന്ന് ഇവരുടെ പ്രവർത്തികൾക്ക് തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കോൺഗ്രസിനോട് പറയുന്നത് എന്താ? നടപടിയൊക്കെ വെറും പേരിലൊരു നടപടിയായിട്ട് തോന്നുന്നുണ്ട്. ഇനിയും രാഹുലിനെതിരെ നടപടി എടുക്കണം. ഏത് മൂട്ടിൽ ചെന്നിട്ടാണ് ഇനി നടപടി എടുക്കേണ്ടത്? അയാൾ പാർട്ടിയിലില്ലടോ, പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന വ്യക്തിയാ. അപ്പോ ഒരു കാര്യം വ്യക്തമാണ്, ഭയം രാഹുലിനെയാണ്. ഭയം അയാളുടെ ജീവനറ്റ ശരീരത്തെ പോലും, ഞാൻ ഇമാജിനേഷൻ പറയാ, അയാളുടെ ജീവനറ്റ ശരീരത്തെ പോലും ഇവരത്രമാത്രം ഭയക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കുറെ ജന്മങ്ങൾ അങ്ങനെയും കുറെ എണ്ണം പൈസ വാങ്ങിയിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ആലോചിക്കണമായിരുന്നു. എന്താണെങ്കിലും സ്ക്രീൻഷോട്ടുകളൊക്കെ പുറത്ത് വിടുന്നവര് അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവന്നവര്, ഞാൻ അവൾക്കൊപ്പമാണ്, ഞാൻ സ്ത്രീപക്ഷത്താണ്, ഞാൻ അതിജീവിതക്കൊപ്പമാണ്, ഞാൻ ഈരക്കൊപ്പമാണ് എന്നൊക്കെ പറയുന്നവർ തന്നെ ആയതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നടക്കുന്നുണ്ട്.